അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞാൽ തൊമ്മൻകുത്തിലേക്കാട്ടോ. നമ്മൾ ആനയടിക്കുത്ത് കഴിഞ്ഞ് നേരെ ഇങ്ങ് തൊമ്മൻകുത്തിലേക്ക് പോകുന്നതാണ്. അത്യാവശ്യം മഴയുള്ള ടൈം ആയതുകൊണ്ട് നല്ല വെള്ളം കാണാം. നമ്മളിവിടെ വരുമ്പോൾ തന്നെ ഫസ്റ്റ് ഒരു വെള്ളച്ചാട്ടം നമുക്ക് എന്താ പറയുക ഫ്രീ ആയിട്ട് തന്നെ കാണാൻ പാകത്തിന് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഒരു ചെറിയ കമ്പിവേലി കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ തന്നെ ഒരു അപായ ബോർഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ അത്യാവശ്യം നേരം നിന്ന് എന്താ പറയുക ഇവിടെ വേറെ പ്രത്യേകിച്ച് കൺട്രോളിങ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് പാസ് എടുക്കണം. ഒരു ആൾക്ക് 30 രൂപ വെച്ചാണ് ചാർജ്. നമുക്ക് ഫ്രണ്ടിലേക്ക് പോകും തോറും കല്ല് ഇരിപ്പിടം പോലെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ പാകത്തിനൊക്കെ സ്ഥലം കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് പക്ക ഫോറസ്റ്റിൻ്റെ അകത്തോടെ പോയി വെള്ളച്ചാട്ടം ഫീൽ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഈ തൊമ്മൻകുത്തിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഫീല്. നല്ല ടൈലൊക്കെ ഇട്ട് വഴി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഇവിടെ ഒരു 24 പേര് മരിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ബോർഡും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, തടി നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇരിപ്പിടമാക്കി കൊടുത്തേക്കുക. നമുക്ക് ഒരു സ്റ്റാർട്ടിങ് തന്നെ ആ കവാടം കഴിഞ്ഞ് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറിയ ഫീലും ആ ഒരു തണുപ്പും കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ഈ തൊമ്മൻകുത്ത് വന്നാൽ ശരിക്കും പറഞ്ഞാൽ ട്രെക്കിങ് വന്നാലാണ് തൊമ്മൻകുത്തിലെ 7 വെള്ളച്ചാട്ടവും കറക്റ്റ് ഫുള്ളായിട്ട് കാണാൻ പറ്റുള്ളൂ. നമ്മൾ ഈ 30 രൂപയുടെ പാസ് എടുത്ത് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് 2 വെള്ളച്ചാട്ടം കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. നമുക്ക് താഴത്തെ പറഞ്ഞു പിന്നെ എൻഡിങ്ങിലായിട്ട് അതായത് ക്യാഷ്വലായിട്ട് വരും. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് 100 മീറ്റർ 200 മീറ്റർ എന്നുള്ളത്. ഒരു 500 മീറ്റർ വരെയാണ് നമുക്കിങ്ങനെ ഈ 30 രൂപയുടെ പാസിൽ കവർ ചെയ്യാൻ പറ്റുക. നമുക്ക് അവിടം വരെ ചെന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പേജാണ്. അത് കഴിഞ്ഞ് വീണ്ടും ഉള്ളത് വഴിയൊന്നും കാര്യങ്ങളൊന്നും കാണത്തില്ല. നമുക്കത് ട്രെക്കിങ്ങിന് ഇവിടുത്തെ ഗൈഡിൻ്റെ കൂടെ അകത്തേക്ക് പോയി ശരിക്കും പറഞ്ഞ് പക്ക ഫോറസ്റ്റിൻ്റെ അകത്തോടെ പോയി ചിലപ്പോൾ ആന കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെയൊക്കെ കണ്ടും കേട്ടും ഒക്കെ പോയി ശരിക്കും നല്ല മലയൊക്കെ കയറി ഈ 7 വെള്ളച്ചാട്ടം കണ്ടുപോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ട്രെക്കിങ്. അതിപ്പോൾ ഈ കൊറോണ വന്നേ പിന്നെ അവൈലബിൾ അല്ല എന്നാണ് പറഞ്ഞത്. നമ്മളിതിൽ നടക്കുമ്പോൾ നല്ല രസമാട്ടോ. ഒരു നമ്മൾ നിൽക്കുന്ന ഭാഗം തൊട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഫുള്ള് ഫോറസ്റ്റ്, റൈറ്റ് സൈഡ് ഒരു എന്താ പറയുക ഒരു പുഴ ഒരു പ്രത്യേക സ്റ്റൈലിൽ ഒഴുകുന്നു. ഇതിൻ്റെ അകത്ത് മൊത്തം കൽക്കൂട്ടം കേട്ടോ. ഇതിൻ്റെ മെയിൻ അപകടവും ഈ കല്ലിൻ്റെ ഇടയ്ക്കൂടെയാണ് ഈ വെള്ളം കുത്തിയിറങ്ങി പോണേ. മെയിനായിട്ട് ആൾക്കാർ മരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇത് കാരണമാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ സൈഡിൽ കൂടി എല്ലാം ചെറിയ ചെറിയ കമ്പി വേലികൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതിപ്പോൾ വെള്ളം കൂടുതലൊക്കെ ഇടയ്ക്ക് കയറി വന്നപ്പോഴൊക്കെ ആയിട്ട് അത് മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കിടക്കണം. റിബണൊക്കെ വെച്ച് കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഈ ഫോറസ്റ്റ് കണ്ടുവെച്ച് നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് ഒരുപാട് കയറി പോകാനൊന്നും നിൽക്കണ്ട. തോട്ടാപ്പുഴുമൊക്കെ നന്നായിട്ട് അടിക്കൂടെ കിട്ടിയോണ്ട് പറഞ്ഞതാ. ഇത് കുറച്ച് ദൂരം ചെല്ലും തോറും ഓരോ സ്റ്റൈലിലായിട്ടോ ഇരിപ്പിടം എല്ലായിടത്തും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓരോ പ്രത്യേക മരങ്ങളുടെ പേര്, ഏഴിലമ്പാല കാര്യങ്ങളൊക്കെ എല്ലാം അങ്ങനെ പ്രത്യേകതയുള്ള മരങ്ങളിലെ എല്ലാം ബോർഡ് കാര്യങ്ങളെല്ലാം അതിൽ പതിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ അപകട സൂചന, പുഴയിലിറങ്ങരുത് എന്നുള്ള ഒരു ബോർഡ് അത് ഫുള്ള് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളൊരു കുറച്ച് വന്നു കഴിയുമ്പോൾ ഇവിടെ ഒരു ഏർമാടം കാണാം കേട്ടോ. ഇപ്പോൾ അത് മേളിലേക്ക് കയറ്റിയൊന്നും വിടുന്നില്ല, മൊത്തം പൊളിഞ്ഞ് കിടക്കുക. നേരത്തെ ഇതിൻ്റെ മേളിൽ കയറി നിന്ന് നമുക്ക് ഫോട്ടോയോ കാര്യങ്ങളൊക്കെ എടുക്കാനൊക്കെ പാസ് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇതിപ്പം മൊത്തം കമ്പും കൂലും ഒക്കെ വെച്ചേക്കുക. കൊറോണ വന്നേ പിന്നെ മൊത്തം കെയർ ചെയ്യാണ്ട് നശിച്ച് കിടക്കും കേട്ടോ. നമ്മുടെ കൂടെ വന്ന പയ്യന്മാരാട്ടോ. ഇതുവരെ തൊമ്മൻകുത്ത് എന്താണെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്തവൻ മറ്റവനെ കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് അടിപൊളിയായിട്ട് സെറ്റായിട്ട് പോകുന്നുണ്ട്. ഈ മരത്തെ കൂടി വള്ളി കാര്യങ്ങളൊക്കെ ചുറ്റി കിടക്കണ കാണാം, നല്ല രസം കേട്ടോ. അങ്ങ് മേളിന്ന് തുടങ്ങിയേക്കണ ഇതെങ്ങനെ ഇതേ ചുറ്റി ഇപ്പുറത്തെ മരത്തിലേക്ക് ജോയിൻ്റ് ആയി പോയി എന്നൊക്കെ നമുക്ക് എന്താ പറയുക ഒരു അതിശയം തോന്നുന്ന സെറ്റപ്പിലാണ്.
ഇത് പിടിച്ചിറങ്ങാം. കണ്ടോ, നല്ല നീട്ടം കേട്ടോ, അങ്ങ് മേളീന്ന് വന്നേക്കാം. നല്ല സൈസിലുള്ള മരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് ഉള്ളിലേക്കൊക്കെ കയറി പോയി നോക്കാൻ തോന്നും. റിസ്ക് എടുക്കണ്ട. കണ്ടോ, അതിൻ്റെ അകത്തോടെ വനത്തിൽ നിന്ന് വരുന്ന ഒരു ചെറിയ അരുവിയുണ്ട്. ഇതിന് ഒരു നടപ്പാത പോലെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊറോണ വന്ന കയറാണ്ട് എല്ലാ പാലും എല്ലാം പൊളിഞ്ഞു പോയിട്ടോ. ഇത് വീണ്ടും എല്ലാം ഒന്നോടെ വീണ്ടും സെറ്റ് ചെയ്ത് വന്നാലാണ് നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നല്ല രസമുണ്ട് കേട്ടോ ഇവിടുന്ന് വന്ന് ഈ കയറി പോകാനുള്ള വേരുകളും കാര്യങ്ങളും, ഒരു സ്റ്റെയർ അടിച്ച പോലെ വേരുകൾ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഒരു 500 മീറ്ററോളം എത്തി. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ടോയ്ലറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ എത്തുമ്പോൾ അവൈലബിൾ ആട്ടോ. നമുക്ക് ഇരിക്കാനുള്ള സംഭവം കാര്യങ്ങളുണ്ട്. ഗാർഡ് അവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടി. നമ്മൾ വരുന്ന വഴിക്കൊരു 1-2 സ്ഥലത്ത് മുമ്പേ ഉണ്ടായിരുന്നു ഗാർഡൊക്കെ. നമ്മൾ പുഴയിൽ ഇറങ്ങുന്നുണ്ടോ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇരിപ്പുണ്ടായിരുന്നു. ഇവിടെയും മറ്റേ 24 പേര് മരിച്ചിട്ടുണ്ടെന്നുള്ളതിൻ്റെ അപായ ബോർഡ് വെച്ചിട്ടുണ്ട്. അടുത്തത് നിങ്ങളാവരുതെന്നുള്ള രീതിയിൽ. മെയിനായിട്ട് ആൾക്കാർ കാണാൻ വരുന്ന ഒരു സ്പോട്ട് ഇതാട്ടോ, തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്നും പറഞ്ഞ്. തൊമ്മൻകുത്ത് വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ഇതാണ്. ഇതിനപ്പുറത്തേക്കുള്ളത് ഈ മുപ്പൂര പാസിന് മേളിലൊരു ട്രെക്കിംഗ് ഉണ്ട് എന്നുള്ളതൊന്നും അധികം ആർക്കും അറിയാത്തൊരു സംഭവമാണ്. അപ്പോൾ ഇനി നിങ്ങൾ വരുമ്പോൾ അതൊന്ന് ചോദിക്കുക, സമയം അതിനുള്ളൊരു സമയം കണ്ടെത്തി വരിക. അതിന് മേളിലേക്ക് പോകാൻ പറ്റുമോ എന്ന് നോക്കുക. അതൊക്കെ ഒരു പ്രത്യേക ഫീലായിരിക്കും. ഇത് കണ്ടോ, ഇറങ്ങല്ലെന്നും പറഞ്ഞ് എഴുതി വെച്ചാണ് എടുത്ത് റിബൺ വെച്ചാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയ വെള്ളച്ചാട്ടത്തിലേക്ക് ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വെച്ചേക്കണേ. ഒരു തുരുമ്പ് പിടിച്ച മുള്ളുകമ്പിയും കാര്യങ്ങളും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എപ്പോഴും വെള്ളം കയറി ഇറങ്ങിയൊക്കെ നിൽക്കുന്ന സ്ഥലമാണ്. എത്ര നോക്കിയാലും നമുക്കത് പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെയാണ് ജീവൻ, നഷ്ടപ്പെടാണ്ട് നോക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മേളിൽ നിന്ന് ഇതിൻ്റെ വ്യൂ കാണാൻ പാകത്തിനൊരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് കയറി നിന്ന് കാണാനൊന്നും പറ്റില്ല കേട്ടോ. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് ആന ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിബണും ഒരു പച്ചക്കമ്പും കാര്യങ്ങളും എല്ലാം വളച്ച് ചുറ്റി വെച്ചേക്കും ആൾക്കാരകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടി. ഇവിടം വരെയാണ് നമുക്ക് ഈ മുപ്പൂരയുടെ പാസ് എടുത്ത് വരാൻ പറ്റുന്നൊരു സ്ഥലം. ഇതിനപ്പുറത്തേക്ക് പോകണമെങ്കിൽ നമുക്ക് ട്രെക്കിംഗ് പാസ് എടുത്ത് ഇവിടുത്തെ ഗൈഡിനെയും കൂട്ടി വേണം പോകാൻ. അങ്ങോട്ടുള്ള ഈ വഴിയുണ്ടോ, അതൊക്കെ അടച്ചു വെച്ചേക്കുവാണ്. ഇതിനപ്പുറത്തേക്ക് വഴിയില്ല. നമ്മൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടി നടന്ന് പോയി ബാക്കി ഫോറസ്റ്റിൻ്റെ അകത്തോടെ കയറി മലയൊക്കെ കയറി കാണാമെന്നല്ലാണ്ട് ഒരു പ്രത്യേക വഴിയോ കാര്യങ്ങളോ ഒന്നും ഇനി അതിൻ്റെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഇല്ല കേട്ടോ. സമയമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതായിരിക്കും. ട്രെക്കിംഗ് ആയിട്ട് കാണുവാണെങ്കിൽ 7 വെള്ളച്ചാട്ടവും കണ്ട് അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അതൊരു പ്രത്യേക ഫീലായിരിക്കും.